ഹലോ ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്. അപ്പോൾ നമ്മുടെ ഗ്രാമർ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് പ്രോനൗൺ ആണ്. എന്തൊക്കെയാണ് പ്രോനൗൺ എന്നൊക്കെ നമ്മൾ മുമ്പത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ തീർച്ചയായിട്ടും കാണണം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് റിഫ്ലെക്സീവ് പ്രോനൗൺ ആണ്. എന്താണ് റിഫ്ലെക്സീവ് പ്രോനൗൺ? നമുക്കറിയാം, പ്രോനൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പേരിന് പകരമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ റിഫ്ലെക്സീവ് പ്രോനൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നെയിം തന്നെ അതിനോടനുബന്ധിച്ച് അതൊന്നും കൂടി റിഫ്ലക്റ്റ് ചെയ്ത് പറയുക, അതായത് ഒന്നും കൂടി ഊന്നൽ കൊടുത്ത് പറയുക എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയാറുണ്ടല്ലോ, അതുതന്നെ. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഞാൻ തന്നെ അത് ചെയ്തു, അവൾ തന്നെ ഇത് ചെയ്തു, അവൾ തന്നെയാണ് ഹോംവർക്ക് ചെയ്തത്, ഇങ്ങനെയൊക്കെ നമ്മൾ ഒന്നും കൂടി റിഫ്ലക്റ്റ് ചെയ്ത് പറയാറുണ്ടല്ലോ, അതിനാണ് നമ്മൾ റിഫ്ലെക്സീവ് പ്രോനൗൺ എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് ഈ റിഫ്ലെക്സീവ് പ്രോനൗൺ? അതൊക്കെയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ കണ്ട് ഇഷ്ടപ്പെടുന്ന സമയത്തൊന്ന് ലൈക്കും ഷെയറും ചെയ്തേക്കുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബും കൂടി ചെയ്ത് വെക്കുക കേട്ടോ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും ഓൾ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുക. അപ്പോൾ ഏതൊക്കെയാണ് ഈ റിഫ്ലെക്സീവ് പ്രോനൗൺ എന്ന് നോക്കാം നമുക്ക്. ഫസ്റ്റ് മൈ സെൽഫ്, അതുപോലെ തന്നെ ഹിംസെൽഫ്, ഹെർസെൽഫ്, ഇറ്റ്സെൽഫ്, യുവർ സെൽഫ്, യുവർ സെൽഫ്സ്, രണ്ട് രീതിക്ക് പറയും. അതുപോലെ അവർ സെൽസ്, ദം സെൽസ്. അപ്പോൾ നമുക്കിനി ഏതൊക്കെ സബ്ജക്റ്റിൻ്റെ റിഫ്ലെക്സീവ് ആണ് ഈ പറഞ്ഞതൊക്കെ എന്ന് നമുക്ക് നോക്കാം. ഐ എന്ന സബ്ജക്റ്റിൻ്റെ റിഫ്ലെക്സ് ആണ് മൈ സെൽഫ് എന്ന് പറയുന്നത്. ഹി എന്ന സബ്ജക്റ്റിൻ്റെ ഹിംസെൽഫാണ്. ഷീ എന്ന സബ്ജക്റ്റിൻ്റെ ആണ് ഹെർ സെൽഫ് എന്ന് പറയുന്നത്. ഇറ്റ് സെൽഫ്. അതുപോലെ യു എന്നുള്ളത് യുവർ സെൽഫ് എന്നും പറയാം, യു എന്നുള്ളത് യുവർ സെൽഫ്സ് എന്നും പറയാം. അതായത് നമ്മൾ യുവിനെ സിംഗുലറായിട്ടും പ്ലൂറലായിട്ടും നമ്മൾ പറയാറുണ്ട് അല്ലേ. നീ എന്നും പറയാറുണ്ട്, നിങ്ങളെന്നും പറയാറുണ്ട്. സോ നമ്മളവിടെ യുവർ സെൽഫ് എന്നും യുവർ സെൽഫ്സ് എന്നും പറയാം. ഇനി വി എന്നുള്ളതിൻ്റെ റിഫ്ലെക്സ് ആണ് അവർ സെൽഫ്സ്. ദേ എന്നുള്ളതിന് ദം സെൽഫ്സ്. അപ്പോൾ നമ്മൾ ഈ സിംഗുലർ സബ്ജക്റ്റിൻ്റെ റിഫ്ലെക്സിന് നമ്മൾ സെൽഫ് എന്നാണ് പറയുക. അപ്പം ഹെർ സെൽഫ്, ഹിംസെൽഫ്, മൈ സെൽഫ്, അതുപോലെയാണ് യുവർ സെൽഫ് എന്ന് പറയുന്നത്. എന്നാൽ പ്ലൂരലൊക്കെ നമ്മൾ അവസാനം വരുന്നത് VES എന്നാണ്, ദം സെൽഫ്സ്. അപ്പോൾ അവിടെ നമ്മൾ യുവിനെ രണ്ട് വിധത്തിലാക്കിയത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലായല്ലോ. യുവിൽ സിംഗുലറും വരാറുണ്ട്, പ്ലൂരലും വരാറുണ്ട്. അപ്പോൾ സിംഗുലർ സബ്ജക്റ്റിൻ്റെ കൂടെ നമ്മൾ യുവർ സെൽഫ് എന്നും പറയാം, പ്ലൂറൽ സബ്ജക്റ്റിൻ്റെ കൂടെ നമ്മൾ യുവർ സെൽഫ്സ് എന്നും പറയാം. ക്ലിയർ? ഇനി നമുക്കിതിൻ്റെയൊക്കെ മീനിങ് നോക്കാം. അപ്പം മൈ സെൽഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തന്നെ, ഹിം സെൽഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ തന്നെ, ഹെർ സെൽഫ് അവൾ തന്നെ, ഇറ്റ് സെൽഫ് അത് തന്നെ, അവർ സെൽഫ്സ് ഞങ്ങൾ തന്നെ, ദം സെൽഫ്സ് അവർ തന്നെ. അപ്പോൾ ഈ കാര്യം ക്ലിയർ ആയല്ലോ. ഇനി കുറച്ച് എക്സാമ്പിൾസ് നോക്കൂ. ഞാൻ തന്നെ അവളെ അടിച്ചത്, ഞാൻ തന്നെ അവളെ അടിച്ചത്, അതായത് ഞാൻ എന്നെ തന്നെയാണ് റിഫ്ലെക്സ് ചെയ്യുന്നത്. ആ ഒരു സിറ്റുവേഷനിലാണ് നമ്മളിങ്ങനെ പറയുന്നത്. അപ്പോൾ ഈ ഒരു സെൻറ്റൻസ് എങ്ങനെ പറയും? ഐ ബീറ്റ് ഹെർ മൈ സെൽഫ്, ഐ ബീറ്റ് ഹെർ മൈ സെൽഫ്, ഞാൻ തന്നെ അവളെ അടിച്ചത്. ഇനി അവൾ തന്നെ മുറ്റമടിച്ചത്, അവൾ തന്നെ മുറ്റമടിച്ചത്. നമ്മൾ പറയാറുണ്ട് അവളാണ് അടിച്ചത്, എന്നാലും അവൾ തന്നെയാണ് മുറ്റമടിച്ചത് എന്ന് പറയാറുണ്ടല്ലോ. ഷി ബീറ്റ് ദ യാർഡ് ഹെർ സെൽഫ്, ഷി ബീറ്റ് ദ യാർഡ് ഹെർ സെൽഫ്, അവൾ തന്നെ മുറ്റമടിച്ചത്. നെക്സ്റ്റ്, അവൻ തന്നെ കാറ് കഴുകിയത്, അവൻ തന്നെ കാറ് കഴുകിയത് അല്ലേ, നമ്മൾ പറയാറുണ്ടല്ലോ. ഹേ വാഷ്ഡ് ദ കാർ ഹിംസെൽഫ്, ഹേ വാഷ്ഡ് ദ കാർ ഹിംസെൽഫ്, അവൻ തന്നെ കാറ് കഴുകിയത്. നെക്സ്റ്റ്, നീ തന്നെ അത് ചെയ്യുക, നീ തന്നെ അത് ചെയ്യുക, നമ്മൾ പറയാറുണ്ടല്ലോ. ഡു ഇറ്റ് യുവർ സെൽഫ്, നീ തന്നെ അത് ചെയ്യുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവിടെ നമ്മൾ ഡു ഇറ്റ് യുവർ സെൽഫ് എന്നാണ് പറയേണ്ടത്. നെക്സ്റ്റ്, നമ്മൾ ഇങ്ങനെ പറയാറുണ്ടല്ലോ, ഞാൻ തിങ്കളാഴ്ച തന്നെ വരും, ഞാൻ തിങ്കളാഴ്ച തന്നെ വരും അല്ലേ. ഇവിടെ നമ്മളൊരു ആഴ്ചയെയാണ് പറയുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഐ വിൽ കം ഓൺ മൺഡേ ഇറ്റ് സെൽഫ് എന്നാണ്.
ഐ വിൽ കം ഓൺ മൺഡേ ഇറ്റ് സെൽഫ്. ഞാൻ തിങ്കളാഴ്ച തന്നെ വരും അല്ലേ. നമ്മൾ ഒന്നും കൂടി ഊന്നൽ കൊടുത്തിട്ട് പറയാറുണ്ട്, ഞാൻ തിങ്കളാഴ്ച തന്നെ വരുമെന്ന് നമ്മൾ നിർബന്ധമായിട്ടും പറയാറുണ്ടല്ലോ. ആ ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ ഇറ്റ് സെൽഫും മൈ സെൽഫും ഹെർ സെൽഫൊക്കെ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ഐ വിൽ കം ഓൺ മൺഡേ ഇറ്റ് സെൽഫ്, ഞാൻ തിങ്കളാഴ്ച തന്നെ വരും. നെക്സ്റ്റ്, ഞങ്ങൾ തന്നെ ഹോംവർക്ക് ചെയ്യും. ഞങ്ങൾ തന്നെ ഹോംവർക്ക് ചെയ്യും. We will do the homework ourselves. We will do the homework ourselves. ഞങ്ങൾ തന്നെ ഹോംവർക്ക് ചെയ്യും. നെക്സ്റ്റ്, അവർ തന്നെ ഞങ്ങളെ പഠിപ്പിക്കും. അവർ തന്നെ ഞങ്ങളെ പഠിപ്പിക്കും എന്ന് എങ്ങനെ പറയും? They will teach us themselves. They will teach us themselves. അപ്പം പ്ലൂറലിൻ്റെ കൂടെ നമ്മൾ സെൽഫ്സ് എന്നും സിംഗുലറിൻ്റെ കൂടെ നമ്മൾ സെൽഫ് എന്നും പറയുക. യുവിന് മാത്രം ചെറിയൊരു വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാകും എന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ബെല്ലൈക്കണം ഓൾ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളൊക്കെ കമൻറ്റിൽ അറിയിക്കുക. അപ്പോൾ ശരി, നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.